എൻ്റെ എത്രയും പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പൂനൂർ, പൂനെ. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം സൗഹൃദം എന്നതാണ്. എന്താണ് സൗഹൃദം? ഈ സൗഹൃദത്തിനെ നമ്മൾ എങ്ങനെ കാണുന്നു? പലപ്പോഴും സൗഹൃദം എന്ന് പറയുന്നത് ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും സംബന്ധിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. ആ ഒരു സംഭവത്തെ സൗഹൃദമായി പലരും തെറ്റിദ്ധരിക്കുന്നു. എങ്കിൽ ഒന്നിച്ച് പഠിച്ചവർ, അല്ലെങ്കിൽ ഒന്നിച്ച് ജോലി ചെയ്തവർ വർഷങ്ങൾക്ക് ശേഷവും കണ്ടുമുട്ടുമ്പോൾ ഒരു വ്യത്യാസവുമില്ലാതെ എന്ത് സന്നിഗ്ധ ഘട്ടങ്ങളിലും അവരെ സഹായിക്കാൻ മുതിരുന്ന പല സൗഹൃദങ്ങളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത ദിവസം ഞാൻ നാട്ടിൽ വരികയുണ്ടായി, ഞാനും ഭാര്യ ഒന്നിച്ച്. അപ്പോഴാണ് സത്യത്തിൽ സൗഹൃദം എത്രമാത്രം ഉറപ്പുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. നമ്മുടെ പല കാര്യങ്ങൾ വരുമ്പോഴും അവരെത്രമാത്രം സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. വർഷങ്ങൾക്ക് മുമ്പ് 15-16 വയസ്സ് നമുക്കുള്ള ആ സമയത്ത് ഒന്നിച്ച് പഠിച്ച പലരും ഇപ്പോൾ സൗഹൃദ സംഗമം നടത്താറുണ്ട് എല്ലാ വർഷവും. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സൗഹൃദത്തിലുപരി വളരെ തീവ്രത ഈ ഒരു ബന്ധത്തിന് വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ പണ്ടത്തെ പല പല കൊച്ചു കാര്യങ്ങളും നമ്മൾ ഓർമ്മിക്കുകയും ആ ഓർമ്മകളിലൂടെ ഒളിയിട്ട് സൗഹൃദം ഒന്നുകൂടി ദൃഢമാക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ പല സൗഹൃദ സംഗമങ്ങളിലും ഞാൻ നേരിട്ട് പങ്കിട്ടു. അതുപോലെ എൻ്റെ ഭാര്യയുടെയും കൂടെ പഠിച്ച ഒരുപാട് പേർ, പല ഘട്ടങ്ങളിലും സഹപാഠികളായവർ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നു. ഒന്നിച്ച് ഞങ്ങൾ സൗഹൃദ സംഗമം നടത്തി. അവിടെയൊക്കെ ഒരു വലിയേട്ടനെ പോലെ, ഒരു മുതിർന്ന സഹോദരന് തുല്യമായി എന്നെ കാണുകയും അതുപോലെ തന്നെ എനിക്ക് ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ തരികയും ചെയ്തു. നമ്മുടെ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ വളരെ ഉതകുന്നതായിരുന്നു ഈ സൗഹൃദങ്ങൾ. അവരുടെ ആത്മാർത്ഥത, ഒന്നിച്ച് ചേരാനും ഒന്നിച്ച് ചേർക്കാനുമുള്ള ഒരു ധൃതി, അതൊക്കെ വളരെ ഒരു സന്തോഷം നൽകുന്നതായിരുന്നു. അവരെ പിരിഞ്ഞു പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്ക് വളരെ ദുഃഖം തോന്നുന്ന ഒരവസ്ഥയിലേക്ക് മാറി. അത്രയും ആ ഒരു സൗഹൃദത്തിൻ്റെ വില